പ്രശസ്തമായ ശ്രീ വല്ലഭക്ഷേത്രം തിരുവല്ല. മെയിൻ ഡീറ്റി വന്നിട്ട് ശ്രീവല്ലഭൻ, അതായത് വിഷ്ണു. പിന്നെ അപ്പുറത്ത് ശിവൻ, ഗണപതി, ശാസ്താവ്. പിന്നെ ഇവിടുത്തെ കൊടിമരം ഇപ്പം പുനഃസ്ഥാപിക്കാൻ പോവുകയാണ്. അതിപ്പം എണ്ണയിലിട്ട് വെച്ചിരിക്കുക. കുളം ഒരു സൈഡിൽ, പിന്നെ ഗരുഡസ്വാമി മണ്ഡപം ഇങ്ങനെ പോകും. ഇതാണ് ഗരുഡസ്വാമി മണ്ഡപം. ഇത് പെരുന്തച്ചൻ പണി കഴിപ്പിച്ചതാണ് ഗരുഡസ്വാമി മണ്ഡപം. ഇതാണ് അകത്ത് നോക്കുമ്പം അമ്പലത്തിൻ്റെ എൻട്രൻസ് ഇങ്ങനെ കാണാം. ചുറ്റുമതിൽ, വലിയ ചുറ്റുമതിലാണ്. ഉണ്ടോ? അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, കലാപരിപാടികൾ. ഇവിടെ ഈ ക്ഷേത്രത്തിലെ മെയിൻ വഴിപാടെന്ന് പറയുന്നത് കഥകളിയാണ്. കഥകളി ദിവസവും ഉള്ള ഒരു വഴിപാടായിട്ട് നടത്തുന്നൊരു ക്ഷേത്രമാണ് ഈ ശ്രീവല്ലഭ ക്ഷേത്രം. ദേവസ്വം ബോർഡിൻ്റെ ഒരു പട്ടികയിൽ വരുന്ന ഒരു വലിയ മഹാദേവ ക്ഷേത്രമാണ് ശ്രീവല്ലഭ ക്ഷേത്രം. അന്നദാനം, മഹാദാനം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് നടത്തുന്ന അന്നദാനത്തിൽ നമുക്ക് പങ്കെടുക്കാം. ഈ ഒരു പുളിമരമുണ്ട്. ആ പുളിമരത്തിൻ്റെ അടുത്താണ് ഗണപതിയും ശിവൻ്റെയും അമ്പലം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം മഹാഗണപതി വിഘ്നേശ്വര. ഇവരെയാണ് ഇത്. വലിയ വൃക്ഷങ്ങളൊക്കെ ഉണ്ട്, തെങ്ങ്. ഹരിഹരസുതനേ ശരണമയ്യപ്പ, പൊന്നമ്പലവാസനേ ശരണമയ്യപ്പ, ശ്രീധർമ്മശാസ്ത്ര. മണ്ഡല വിളക്ക് മാസം പ്രമാണിച്ചൂടെ ഒരുപാട് അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള പുഷ്പങ്ങളൊക്കെ ഇവിടെ തന്നെ ലഭ്യമാണ്. ഇതാ ഒരു പഴയൊരു മാവ് ഉണ്ടോ? ഇത്ര പഴക്കമുണ്ടെന്ന് ആർക്കും അറിയില്ല. നമുക്ക് ഇത്ര പഴക്കം കാണും ഇതിന്. ഇവിടുത്തെ അമ്പലത്തിൻ്റെ ആന നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങ് ദൂരെയായിട്ട് നോക്കി കാണുന്നുണ്ടോ? ആനയുടെ രൂപം കിട്ടുന്നുണ്ടോ ആർക്കെങ്കിലും? നോക്കൂ. ഇല്ല അല്ലേ? അമ്പലമാണ് കേട്ടോ. ഇതാ ിലൂടെ കടന്നാൽ മൂലസ്ഥാന ക്ഷേത്രം അവിടെയാണ്. ശങ്കരമംഗലത്ത് മഠം ഉണ്ടോ? ശ്രീവല്ലഭ ക്ഷേത്ര മൂലസ്ഥാനം. അവിടെ മണങ്ങ. ഗജവീരനെ കണ്ടോ? നിൽക്കുന്ന കണ്ടോ? അതാണ് ക്ഷേത്രം വക ആനയാണ്. കണ്ടോ? അതിൻ്റെ പേരെനിക്കറിയില്ല. കൊച്ചിലേ കൊണ്ടുവന്നതാണ്. അപ്പം വളർന്ന് മിടുക്കനായി വരുന്നു. കണ്ടോ? ഈ അമ്പലത്തിൻ്റെ മൂലയിൽ ഇങ്ങനൊരു ആല കെട്ടിയത് അറിയുന്ന പോലുമില്ല ആരും. കണ്ടോ? ഇതാ ചുറ്റമ്പലം കണ്ടോ? എല്ലാം വലിയ വലിയ മരങ്ങളാണ് നിൽക്കുന്നത്. കണ്ടോ? വലിയ വലിയ മരങ്ങളാണ്. ഇതെന്ത് മരമാണ്? താന്നി. എന്തോ മുൽവേ? ഇത് താന്നിക്ക. കണ്ടോ? കൊക്കുകളുണ്ട്. കണ്ടോ? കൊക്കുകളൊക്കെ ഇവിടെ ഇങ്ങനെ നടക്കും. ഗുരു അപ്പസ്വാമി. ജലവന്തി. ഇത് അനന്തഗോപൻ അഡ്വക്കേറ്റ് പ്രസിഡന്റ് TDV ഉദ്ഘാടനം ചെയ്തതാണ്. ഇവിടെ ആണ് തിരുമേനിമാർ ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട്. കണ്ടോ? പെരുന്തച്ചൻ പണിയണിയിപ്പിച്ച ഗരുഡൻ മണ്ഡപം ഉണ്ടോ? ഇനിയിപ്പോൾ നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. ക്ഷേത്രത്തിൻ്റെ സൈഡിലുള്ള ഇത് മറ്റേ ഞാൻ പറഞ്ഞില്ലേ കൊടിമരം എണ്ണത്തോണിയിലിട്ട് വെച്ചിരിക്കുകയാണ്. അതിനി സ്ഥാപിക്കാൻ ഡേറ്റ് ഫിക്സ് ആക്കിയിട്ടില്ല. അടുത്ത് തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല അപേക്ഷ സുപ്രഭാതം.
കഥകളി അരങ്ങുന്നത് ഇവിടെയാണ്. രാത്രി 10 മണിക്ക് ശേഷമാണ് ഈ കഥകളി ഇവിടെ അരങ്ങേറുന്നത്. ഈ മണ്ഡപത്തിൽ, അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ, അമ്പലത്തിൻ്റെ എൻട്രൻസിലാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ.